സിബിൻ തന്നെ ടച്ച് ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് തനിക്ക് അൺകംഫർട്ടബിൾ ആയി എന്നൊക്കെയാണ് നോറ റസ്മിനോട് പറയുന്നത്. നോറ ആയിട്ട് ആകെ വിഷമിച്ചിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അപ്പൊ റസ്മിൻ പറയുന്നുണ്ട് നമുക്ക് സംസാരിക്കാം, നീ സിബിനോട് സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. നോറ അപ്പൊ പറയുന്നുണ്ട് ഞാനത് പറഞ്ഞില്ലെങ്കിൽ ക്യാരക്ടർലെസ് ആയിട്ട് ഫീൽ ചെയ്യുമോ, പറഞ്ഞ ക്യാരക്ടർലെസ് ആയിട്ട് ഫീൽ ചെയ്യുമോ എനിക്ക് അറിയില്ല എന്നൊക്കെ ഉള്ളത്. അത് കഴിയുമ്പോൾ സിബിൻ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായി അത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു എന്ന്, അതുകൊണ്ട് സോറി, ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് ചെയ്തതല്ല, ഞാൻ പെങ്ങളെ പോലെ തന്നെ കണ്ട് ചെയ്തതാണെന്നൊക്കെ ഉള്ള രീതിയിൽ നോറയോട് സിബിൻ പറയുന്നുണ്ട്. നോക്ക് മോളെ, എൻ്റെ നോക്കെന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. അപ്പം നോറ പറയും എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ നോറ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ പെങ്ങളെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുനും ശ്രീതുവും അതുപോലെ തന്നെ നമ്മുടെ ശരണ്യയും സംസാരിക്കുമ്പോൾ ശ്രീതു പറയുന്നുണ്ട് സിബിൻ എന്നെ അങ്ങനെ ഒരു ആക്ട് ചെയ്തു, എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു എന്നൊക്കെ. അപ്പോൾ എന്താണെന്നൊക്കെ ശരണ്യ കുറെ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ശരണ്യ ചോദിക്കുമ്പോൾ ശ്രീത് പറയും അത് എന്നെ ഒരു ഡെമോ പീസ് ആയിട്ടാണോ കാണുന്നത്, അങ്ങനെയുള്ള രീതി പറയും. അപ്പൊ അർജുൻ പറയും എന്താന്ന് ലാലേട്ടന്റെ ആ സംഭവമാണോ എന്ന് ചോദിക്കും. ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ഒരു ആക്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കിസ് ചെയ്യുന്ന സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണോ എന്നുള്ളത് അർജുനോട് ചോദിക്കുന്നുണ്ട്. ഡെമോ പീസ് ആയിട്ടാണോ എന്നെ കാണുന്നത്, അന്ന് ചെയ്തതല്ല ഇന്ന് ചെയ്തു എന്നുള്ള രീതിയിൽ ശ്രീതു അവിടെ പറയുന്നുണ്ട്. നോറേനെ ചെയ്ത സംഭവം തന്നെ ശ്രീതുവിൽ ആക്ട് ചെയ്ത് കാണിച്ചു എന്നാണ് ശ്രീതു അവിടെ പറയുന്നത്. ശരണ്യ പറയും അപ്പൊ ശ്രീതുവിനോട് തൊട്ടും പിടിച്ചുള്ള രീതിയിലൊന്നും തനിക്ക് ഇഷ്ടമല്ലെന്നും ബോഡി ലാംഗ്വേജ് അങ്ങനെ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് പറയണം, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഇടണമെങ്കിൽ അങ്ങനെയൊക്കെ പറയണമെന്ന് പറയും. അപ്പൊ ശ്രീത് ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുവാണ്. ഇത് പറയണോ വേണ്ടേ, എങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നിനെ റിയാക്ട് ചെയ്യില്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ശ്രീത് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അർജുൻ ഇങ്ങനെ പറയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് പറയേണ്ടത്, അല്ലാണ്ട് ഒരാഴ്ച കഴിഞ്ഞല്ല എന്ന് പറയും. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ശ്രീത് അവിടെ നിന്നപ്പോൾ ദേഷ്യപ്പെട്ടപ്പോൾ തന്നെ ഇവന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് സിബിനോട് സംസാരിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് സിബിനോട് പറയും എന്താ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നെ ഡെമോ പീസ് പോലെയാണ് കാണുന്നത് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, അതിന് റിയാക്ട് ചെയ്യില്ലാത്തതുകൊണ്ടാണ് എന്നെ യൂസ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ശ്രീതു അവിടെ സംസാരിക്കുന്നത്. അയ്യോ ഞാനൊരു പെങ്ങൾ പോലെ, ഞാനൊരു സിസ്റ്റർ ഒരു രീതിയിലാണ് കണ്ടത്, ഞാൻ അങ്ങനെയൊന്നുമല്ല, അല്ല എനിക്ക് മനസ്സിലായി അത് ആ രീതിയിലൊന്നും അല്ല എന്ന് മനസ്സിലായി, പക്ഷെ എന്നെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്, അപ്പം ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി, ഞാൻ റിയാക്ട് ചെയ്യില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ശ്രീതു അവിടെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് സിബിൻ പറയും അങ്ങനെയൊന്നും അല്ല, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അത് നീയാണ് അടുത്തുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നിന്നെ വെച്ചിട്ട് കാണിച്ചത്, അല്ലാണ്ട് നിന്നെ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നതല്ല എന്നൊക്കെ സിബിൻ പറയും. ഞാൻ വീടായിട്ട് കണ്ടുപോയി, വീട്ടിലെ പോലെ തന്നെയാണെന്ന് ഓർത്താണ് അങ്ങനെയൊക്കെ ചെയ്തത്, സോറി, ഇനി ഞാൻ അങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്നൊക്കെയാണ് സിബിൻ പറയുന്നത്. പിന്നീട് സിബിൻ പറയുന്ന ഞാൻ നിന്നെ ക്യാപ്റ്റൻ ആക്കിയതിനെ നീ പറയുമായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുണ്ട്, നിന്നെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ട്, നീ എൻ്റെ തങ്കച്ചിയാണെന്നൊക്കെ ഉള്ള രീതി പറഞ്ഞിട്ട് അവിടെ പ്രശ്നം സോൾവ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുനുമായിട്ട് ശ്രീതു സംസാരിക്കുമ്പോൾ ശ്രീതു പിന്നെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും, പറയണമായിരുന്നു വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ പിന്നെ ശ്രീതുവിന് വരികയാണ്. കാരണം സിബിൻ പെങ്ങളെ പോലെയാണെന്നുള്ളത് പറഞ്ഞപ്പോൾ അത് സിബിൻ ആ രീതിയിലൊന്നും അല്ലല്ലോ കണ്ടത്, പിന്നെ ഞാൻ പറഞ്ഞു എന്തേന്നൊക്കെ ഉള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട് ശ്രീതുവിന്. ഇങ്ങനെ അർജുൻ എന്താണ് ഓക്കെ ആയെന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രീതു ഇങ്ങനെ പറയും എനിക്കറിയില്ല, ഒരാളുടെ ഇൻഫ്ലുവൻസിൽ ഞാൻ പോയി പറഞ്ഞ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുവാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അർജുൻ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അർജുൻ പറയും അന്ന് ഇനി തൊട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടൊന്നും പറയണ്ട, അത് ഇഷ്ടപ്പെടാതെ വേണ്ട ശ്രീതുവിനെ തട്ടിയിട്ട് അർജുൻ അങ്ങനെ എണീറ്റ് പോവുകയാണ്. അപ്പൊ അർജുൻ കാരനാണ് ശ്രീതു പോയി പറഞ്ഞ എന്നുള്ള രീതിയിലാണ് ശ്രീതു പറഞ്ഞതെന്ന് ഓർത്താണ് അർജുൻ ഇഷ്ടപ്പെടാത്തത്. സിബിന്റെ കാര്യങ്ങളൊന്നും അവിടെ മിക്കവർക്കും തന്നെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് എന്താണ് സിബിനെ കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.